ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം കൈകളിലാക്കിയത്. എന്നാൽ അതിപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്, ഒരു വലിയ ഭരണ പ്രതിസന്ധി. ഈ അറസ്റ്റിലായ സുഗതൻ രണ്ടോളം വരുന്ന കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. മൂന്നാമത്തെ യോഗത്തിലും പങ്കെടുത്തില്ലെങ്കിൽ നാലാമത്തെ യോഗത്തിൽ അയോഗ്യനാക്കാം പറയുന്ന ഒരു ചട്ടം പോലും ഉണ്ട്. അപ്പൊ നിലവില് കാപ്പ കേസിൽ അറസ്റ്റിലാണ്. അപ്പം എന്ത് തരത്തിലുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക? ഭരണം നഷ്ടമാകുമോ ബി ജെ പിക്ക്? കോൺഗ്രസിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൽ നിന്നും ബി ജെ പിയെ നിഷ്കാസിതമാക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും തലസ്ഥാനത്തിന്റെ നഗരസഭയുടെ അധ്യക്ഷന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എയർപോർട്ടിൽ പ്രധാനമന്ത്രി വന്നാലും അതുപോലെ രാഷ്ട്രപതി വന്നാലും ഒക്കെ സ്വീകരിക്കേണ്ടത് നഗരസഭാ പിതാവാണ്, മേയർ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം. ബി ജെ പി ഇപ്രാവശ്യം ഭൂരിപക്ഷത്ത് ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. പക്ഷേ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന, അതുപോലെ തന്നെ വളരെ ജനസ്വാധീനമുള്ള ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവായ രാധാകൃഷ്ണനെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി അവിടെ ഇപ്പോൾ ഭരണം നിലനിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അംഗം ബി ജെ പിയുടെ ഒരു അംഗം അയോഗ്യനാക്കപ്പെട്ടാൽ അവിടെ ഭരണ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത കളഞ്ഞു കുളിക്കാൻ ഭരണകക്ഷിയോ കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായ സി പി എമ്മോ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ഈ സുഗതനെതിരെയുള്ള ഈ കേസ്. ഈ കേസിലൂടെ സുഗതൻ വളരെ പ്രശസ്തനായി. ഒരു വെറും കൗൺസിലറായ സുഗതനെ കുറിച്ച് ഞാനും ഇവിടെ ചർച്ച ചെയ്യില്ലായിരുന്നല്ലോ. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം കേരളം മൊത്തം അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട്. അപ്പോ ഇത് കാപ്പ കേസ് പ്രതി എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ എതിരെയുള്ള കേസുകൾ മുഴുവൻ രാഷ്ട്രീയ സംഘർഷമാണ്. ഈ തിരുവനന്തപുരം നഗരം പഴയ കാലത്ത് കോൺഗ്രസിന്റെയും ഇപ്പോ ബി ജെ പിയുടെയും ശക്തി കേന്ദ്രമൊക്കെ ആണെങ്കിലും ചില പോക്കറ്റുകളിൽ സി പി എമ്മിന് പണ്ട് തൊട്ടേ വലിയ സ്വാധീനം. അപ്പോ അത്തരം പോക്കറ്റുകൾ സത്യത്തിൽ നഗരത്തിനുള്ളിലാണ്. ഈ നഗരത്തിന് പുറത്ത് സി പി എമ്മിന് വലിയ സ്വാധീനമില്ല. അതായത് നഗരത്തിന് പുറത്ത് ഗ്രാമീണ മേഖലയിൽ നമ്മൾ വിചാരിക്കും തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സി പി എമ്മിന് സ്വാധീനം വരേണ്ടതല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷെ തിരുവനന്തപുരത്ത് അത് തലകീഴായിട്ടാണ്. ഈ തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ പുറത്ത് കാലാകാലങ്ങളിലായിട്ട് സി പി എമ്മിന് ഒരു സ്വാധീനവും ഇല്ല. ഇപ്പം ഞാനിപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭീമാപള്ളി നഗരത്തിന്റെ തീരത്തുള്ള കടൽത്തീരമായ ഭീമാപള്ളി തൊട്ട് അങ്ങ് വിഴിഞ്ഞ പൂവാറ്, നിങ്ങൾ എവിടെ എടുത്താലും അവിടെ കോൺഗ്രസ് ആയിരുന്നു പഴയ കാലം തൊട്ടേ വലിയ ശക്തി. അതായത് മസിൽ പവറും കോൺഗ്രസിനായിരുന്നു. അടി കൊടുക്കാനും പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്. പക്ഷെ നഗരത്തിനുള്ളിൽ സി പി എമ്മിനാണ്. ആ നഗരത്തിനുള്ളിലെ SFI സ്വാധീനം അതാണ്. അപ്പൊ നഗരത്തിനുള്ളിൽ ചില പോക്കറ്റുകളുണ്ട്. പക്ഷെ നഗരത്തിനുള്ളിലും അന്നും ചില കോളനികളിലൊക്കെ കോൺഗ്രസിനായിരുന്നു. ഇപ്പൊ ചെങ്കൽച്ചൂള കോളനി എന്നൊക്കെ പറയുന്ന നഗരത്തിനുള്ളിലെ കോളനിയിലൊക്കെ തന്നെ അവിടെ കോൺഗ്രസിനായിരുന്നു സ്വാധീനം. ഈ നഗരത്തിനുള്ളിലേക്കാണ് ബി ജെ പി ഇടിച്ചു കയറിയത്. അപ്പൊ നഗരത്തിനുള്ളിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു. ഇനി അതുപോലെ ഞാൻ പറഞ്ഞ തെക്കൻ മേഖലകളിൽ, നാടാർ സമുദായത്തിന്റെ മേഖലകളിലും കോൺഗ്രസിനാണ് സ്വാധീനം. അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ തിരുവനന്തപുരം ജില്ലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നഗരത്തിനുള്ളിലെ ഈ പോക്കറ്റുകളുടെ സ്വാധീനം വേണം. അപ്പൊ അവിടെയാണ് ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, കൗൺസിലറുടെ പ്രസക്തി. കാരണം ഇദ്ദേഹം സി പി എമ്മിന്റെ അത്തരം ഒരു പോക്കറ്റായ സ്വാധീന മേഖലയായ വാഴോട്ടുകോണത്തുനിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്നും സി പി എമ്മിന് ഒരു തലവേദനയാണ്. സി പി എമ്മിനോട് മുട്ടി നിൽക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു നേതാവുമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത്, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ സുഗതനെ അവർ ഈ ഒരു തന്ത്രത്തിലൂടെ അവർ സുഗതന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാം. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. സി പി എം ആണല്ലോ, അപ്പൊ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും പഴയ ബി ജെ പി അല്ല. ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ
ഒരു ജനകീയ അടിത്തറയും ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്. അവരത് ചെറുക്കുകയും ചെയ്യും. അപ്പൊ ഈ പോരാട്ടം കുറച്ചുനാൾ നീണ്ടു നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സുഗതനെ പുറത്താക്കിയാലോ അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ വീണ്ടും സുഗതൻ രക്തസാക്ഷിയായിട്ടായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. ഒരു അങ്ങനെയുള്ള സുഗതൻ വീണ്ടും ജയിക്കാനായിട്ടായിരിക്കും അവിടെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സുഗതനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഞാൻ മനസ്സിലാക്കുന്നത് പഴയകാല RSS നേതാക്കന്മാരാണ്. പണ്ട് തൊട്ടേ ചെറുപ്പത്തിലെ തൊട്ടേ RSSൽ പ്രവർത്തിക്കുന്നവരാണ്. അവര് അവർക്കെതിരെയുള്ള ഏത് ആക്രമണത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരാണ്. പിന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ രാഷ്ട്രീയ കേസുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അദ്ദേഹം മറ്റു സംഘർഷങ്ങളിലോ ആൾക്കാരെ വെറുതെ കൊല്ലാൻ പക്ഷെ പോകുക കോടതി ജാമ്യം നിഷേധിച്ചു. നിഷേധിക്കും തീർച്ചയായിട്ടും. കാരണം ഈ കോടതി സ്വന്തം ഇഷ്ടപ്രകാരം അല്ലല്ലോ കേസെടുക്കുന്നതും ജാമ്യം കൊടുക്കുന്നതും. കോടതിക്ക് മുമ്പിൽ പോലീസ് കൊടുക്കുന്ന വസ്തുതകളും പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആൾക്ക് നേരെ ചുമത്തുന്ന വകുപ്പുകളും അവിടെ പോലീസിന്റെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം പരിഗണിക്കുന്നത്. അപ്പൊ പ്രോസിക്യൂഷൻ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് കേസിലും ഇപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ സാധാരണഗതിയിൽ ഒരു 2 ആഴ്ച കോടതി റിമാൻഡ് ചെയ്യും. ഇപ്പൊ സാധാരണ എത്ര വലിയ ആളാണേലും ഇപ്പൊ നിങ്ങൾ ശിവശങ്കരനെയോ ദിലീപിന്റെയോ ഏത് കേസോ കോടതിക്ക് മുന്നിൽ പോലീസ് ഒരു റിമാൻഡ് അപേക്ഷയുമായിട്ട് ചെന്നാൽ 14 ദിവസത്തെ എങ്കിലും മിനിമം ആ റിമാൻഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും കൗൺസിലറായിട്ട് ഇരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത്രയാണ്. കാരണം കോടതിക്ക് ഒരിക്കലും പോലീസിനെ അങ്ങനെ അവിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വിചാരണ ഘട്ടത്തിലാണ് ഈ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ പ്രസക്തിയും തെളിവുകൾ വെച്ചിട്ട് 2 വക്കീലന്മാരും പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലും കോടതിയിൽ വെച്ചിട്ട് ആർഗ്യൂ ചെയ്യും. അപ്പൊ അവിടെ വെച്ചാണ് ഈ തെളിവുകളുടെ സത്യവും അസത്യവും ഒക്കെ തലനാരിഴകീറി പരിശോധിക്കപ്പെടുന്നത്. ഇവിടെ അങ്ങനത്തെ ഘട്ടം വരെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. നിരപരാധികളായിട്ടുള്ളവരും അപരാധികൾ. ഇപ്പൊ ഞാനിതിനകത്തിൽ പക്ഷം പിടിക്കുന്നില്ല. സുഗതൻ ഇതിനകത്തിൽ എന്ത് തെറ്റ് ചെയ്ത എന്നുള്ളത് അത് കോടതി തീരുമാനിക്കട്ടെ. അത് ജാമ്യം കൊടുക്കണോ വേണ്ടയോ. അതേസമയം ഞാൻ ഇതിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. എന്താ ഗൗതമത്തിന് എന്തോ ചോദിക്കണോ? ഈ അറസ്റ്റിനിടെ ഒരുപാട് നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. പ്രധാനമായിട്ടും പോലീസിന്റെ കൂടെ വരാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ആകാശത്തേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ കൃത്യമായിട്ടുള്ളൊരു നടപടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള കെ മുരളീധരൻ അത്തരത്തിലുള്ളൊരു പിന്തുണ നൽകുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു വെടിയൊച്ച അനാവശ്യമായിട്ടുള്ളൊരു വെടിയൊച്ചയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും അനാവശ്യമായിരുന്നു. അല്ല, അങ്ങനെയാണ് ഞാൻ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാരിൽ പലരും പറയുന്നത്. ഈ അവിടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത് അധികപ്പറ്റായിരുന്നു എന്നുള്ള സൂചനയാണ് എനിക്ക് കിട്ടുന്നത്. അത് മണ്ഡലത്തിലെ MLA ആയ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന ഒരു വാർഡാണിത്, നഗരസഭാ വാർഡാണിത്. അപ്പോ കെ മുരളീധരൻ ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വെടിയുതിർത്ത പോലീസ് ഓഫീസർ വിപിൻ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ആരോപണമുണ്ട്. അപ്പോ തൽക്കാലത്തേക്ക് രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് നടപടിയെ തൽക്കാലത്തേക്ക് തള്ളിപ്പറയാറുന്നത്. പ്രത്യേകിച്ച് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ കെ മുരളീധരൻ ഈ കോൺഗ്രസിനുള്ളിലെ അതിശക്തനായ ഒരു നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹം പഴയ KPCC പ്രസിഡന്റാണ്. കെ കരുണാകരനൊപ്പം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം ഒരു നിലപാട് അറിയിക്കുമ്പോൾ അത് തെറ്റാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മണ്ഡലത്തിൽ നിന്നുള്ള MLAക്ക് ആയിരിക്കണം അക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ ഇൻപുട്ടുകൾ ലഭിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു തലം ഞാൻ കാണുന്നില്ല. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ രാഷ്ട്രീയ തന്ത്രം CPMന്റെ രാഷ്ട്രീയ തന്ത്രവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. തങ്ങളുടെ ഈ നഗരത്തിൽ അവശേഷിക്കുന്ന തങ്ങളുടെ സ്വാധീന തുരുത്തുകൾ പിടിച്ചു നിർത്താനുള്ള ഒരു പോരാട്ടത്തിലാണ് CPM. അതൊരു ജീവൻ മരണ പോരാട്ടം. ആ തുരുത്തുകളിൽ കയറിക്കൂടി CPMനെ എങ്ങനെയെങ്കിലും ഈ നഗരത്തിൽ നിന്നും ഓടിച്ചു വിടാനുള്ള ശ്രമത്തിലാണ് BJP. അപ്പോ സുഗതനാണ് ഈ പോരാട്ടത്തിന്റെ മുഖമായിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നത്. ഇത് CPMനും വലിയ അപകടമാണ്. കാരണം ഈ പോരാട്ടം നീണ്ടുപോകുന്നതോടുകൂടി സുഗതൻ ഒരു ഹീറോ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്.
അപ്പോ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ഈ പറയുന്ന കാപ്പായ എന്നൊക്കെ പറയുന്ന ഇപ്പം പിണറായി ഈ വധശ്രമ കേസുകളിൽപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിന്നെ പിണറായി വിജയനെതിരെ വധശ്രമ കേസുണ്ടല്ലോ. ഈ കാപ്പായ എന്ന് പറയുന്നത് പിന്നെ അത്ര വലിയ ഒരു വിഷയമൊന്നുമല്ല. അതാത് ജില്ലാ കളക്ടർമാര് ഇഷ്യൂ ചെയ്യുന്ന ഒരു വകുപ്പാണ്. പക്ഷെ ആറോളം വരുന്ന വധശ്രമ കേസുകളാണുള്ളത്. കൊടും ക്രിമിനൽ ആണെന്നാണ് അല്ല, ഈ LDF ആരോപണം. വധശ്രമം എന്ന് പറയുന്നത് എതിരാളികളെ ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ഈ വധശ്രമം അങ്ങ് ചേർക്കും. ഇതിപ്പോ നിങ്ങള് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെയുള്ള കേസുകൾ പരിശോധിച്ചാൽ അത് നിരവധി വധശ്രമ കേസുകൾ ഉള്ളവരാണ് പലരും. ഇപ്പൊ പി ജയരാജൻ MLA ആയിരുന്നു. എത്ര വധശ്രമ കേസുണ്ട് പുള്ളിക്കെതിരെ? പിന്നെ അതുപോലെ തന്നെ പിണറായി വിജയൻ ഒരു വധശ്രമ കേസിൽ പ്രതിയായി എത്ര നാൾ വിചാരണ നേരിട്ട ആളാണ്. നമ്മൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരാള് ഈ പോലീസ് ചാർജ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോ പല ഇപ്പൊ ആലപ്പുഴ MLA ആയ ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാര് അവരും പിണറായി വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് ഉള്ളത്. അപ്പൊ ഈ വധശ്രമം എന്ന് പറയുന്നത് ഇപ്പം ഈ നല്ല നിയമബോധമുള്ള ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളെ ഒരുത്താൻ തല്ലാൻ വന്നാലും അയാൾ അലറി വിളിക്കും, എന്നെ കൊല്ലാൻ വരുന്നത്. പോലീസിന് മൊഴി കൊടുക്കുമ്പോ അവർ ഇതിലെ സാങ്കേതികത ഞാൻ പറഞ്ഞുതരാം യോഗത്തിന്. അതായത് ഇപ്പം രണ്ടുപേര് തമ്മിൽ അടിപിടി ഉണ്ടാകുമ്പോൾ ഈ കേസിനൊന്നും മുൻപരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലീസിനോടുള്ള സത്യസന്ധമായിട്ട് പറയും, എന്നെ മറ്റേ ആൾ വന്ന് തല്ലാൻ വന്നു. പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കൊടുക്കുന്ന മൊഴി, വാദിഭാഗം കൊടുക്കുന്ന മൊഴി, എതിരാളി ഇവനെ കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഓടി എന്റെ നേരെ വന്നു, എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ നോക്കി. ഇതൊക്കെ കേസ് ബലപ്പെടുത്താനായിട്ട് ഇത്തരം ആരോപണങ്ങൾ വാദിഭാഗം ഉന്നയിക്കും. ഇനി അത് ആവണമെന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഈ വധശ്രമം എന്ന് കേട്ടതുകൊണ്ട് പോലീസ് പറയുന്നത് അപ്പാടെ വിഴുങ്ങണം എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാർ, ഈ 2025 ഈ കാപ്പ കേസിൽ പ്രതിയായിരുന്നു സുഗതൻ. പിന്നീട് കർശന ഉപാധിയോടുകൂടി ജാമ്യം നൽകി. ഇതേ തുടർന്നാണ് മത്സരിക്കുന്നത്. സംഭവിച്ചത് പക്ഷെ വീണ്ടും പക്ഷെ അത്തരത്തിലുള്ളൊരു കൗൺസിലർ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാക്കുന്നു ക്ഷേത്രോത്സവം ഗാനമേളയോടനുബന്ധിച്ചിട്ട്. ആക്രമണം അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ രണ്ട് BJPയും CPM-ഉം തമ്മിൽ നിരന്തരം സംഘർഷം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും പഴയ കാലത്ത് ഇപ്പം തലശ്ശേരിയിലോ പിന്നെ കൂത്തുപറമ്പ് ഭാഗത്തോ ഒക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ പെരിങ്ങളത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇവിടൊക്കെ എത്ര പേർക്ക് നേരെ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാവും? ഇതിൽ ശിക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രാധാന്യം. ഇപ്പൊ പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തു എന്ന് വിചാരിച്ച് കോടതി അത് അംഗീകരിക്കണമെന്നില്ല. കേരള പോലീസ് ചാർജ് ചെയ്യുന്ന കേസുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കേരള പോലീസ് എത്ര നിരപരാധികളെ അപരാധിയാക്കിയിട്ടുണ്ട്, എത്ര അപരാധികളെ നിരപരാധിയാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴ ഇപ്പോഴത്തെ കോൺഗ്രസ് MLA ആയ യൂത്ത് കോൺഗ്രസ് നേതാവായ തോമസിനെതിരെ പിണറായിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണല്ലോ കേസ്. അതിനാണ് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇതൊക്കെ പിന്നെ പോലീസ് എടുക്കുന്ന വകുപ്പുകൾ വെച്ചിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇതിലിപ്പോ അയോഗ്യനാക്കേണ്ടി വരുമോ? അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ടോ? അതെനിക്ക് തോന്നുന്നത് അത് ഒരിക്കൽ എനിക്ക് തോന്നുന്നത് ലോക്കൽ തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റോ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ സാങ്കേതിക വശം അത്ര അറിഞ്ഞുകൂടാ. പക്ഷെ അവരായിരിക്കണം അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇതൊരു രാഷ്ട്രീയ യുദ്ധമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ആരുടെ പക്ഷം പിടിച്ച് പറയുന്നില്ല. അതിൽ ആരാണെന്ന് വെച്ചാൽ ജയിക്കട്ടെ. അതായത് കൂടുതൽ ബുദ്ധിയും കൂടുതൽ സംഘടനാ ശേഷിയും കൂടുതൽ തന്ത്രങ്ങളും CPM-നാണോ BJP-ക്കാണോ എന്ന് മാറ്റുരയ്ക്കുന്ന ഒരവസരമാണ്. ഇതിൽ കൂടുതൽ ബുദ്ധിമാൻ ആരാണ്? CPM-ന്റെ പഴയ MLA പ്രശാന്ത് ആണെങ്കിൽ പ്രശാന്തിന്റെ ബുദ്ധിയാണ് വലുതെങ്കിൽ അവിടെ സുഗതൻ പ്രതിയാക്കപ്പെടുകയും സുഗതൻ തോറ്റുപോവുകയും ചെയ്യും അടുത്ത ഇലക്ഷനിൽ. അതല്ല പിന്നെ മറ്റ് രീതിയിലാണ് BJP ആണ് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ വിജയിക്കുന്നതെങ്കിൽ സുഗതൻ ഒരു ഹീറോ ആയിട്ട് മാറും. അപ്പം മറ്റൊരു ഹീറോയെ ഇവിടെ സൃഷ്ടിക്കും CPM. ഇത് അങ്ങനെ ഒരു അപകടം CPM-ന് ഇതിൽ പതിയിരിക്കുന്നുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ച് ഇപ്പൊ കഴക്കൂട്ടമാണ് CPM-ന്റെ നഗരപരിധിയിലുള്ള ഏറ്റവും ശക്തികേന്ദ്രം. അവിടെ തോറ്റുപോയത് CPM-ന് വലിയൊരു അടിയാണ്. അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറി മാരും അതുപോലെ ഈ കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറിയും ഒക്കെ BJP ചേർന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ പിടി CPM-ന് വിട്ടുപോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ ജില്ലാ കമ്മിറ്റി നടന്നപ്പോൾ അവിടെ ആ ജില്ലാ കമ്മിറ്റിയിൽ പിണറായി ഗോവിന്ദനും സ്ഥാനം ഒഴിയണം എന്ന വിമർശനമാണ് ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ CPM-ന്
പിണറായിക്കും ഗോവിന്ദനും ഒന്നും അത്ര സപ്പോർട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു വലിയൊരു സംഘർഷം നടക്കുന്നു. രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള സംഘർഷം നടക്കുന്നു. അതല്ലാതെ അതൊരു ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഭീകരൻ ആക്രമിക്കുന്നതായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ആ രാഷ്ട്രീയ സംഘർഷത്തിൽ മിടുക്ക് ആർക്കാണെന്ന് വെച്ചാൽ അവർ വിജയിക്കും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. സത്യമൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഏറ്റവും കൗശലക്കാരനും ഏറ്റവും മിടുക്കനും സംഘടനാ ശേഷിയുള്ളത് ആരാണെന്ന് വെച്ചാൽ അവർ വിജയിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇതെന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രണ്ട് നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുരളീധരന്റെ നിലപാട് കാണുമ്പോൾ അത് അതിന് കൂടുതൽ അർത്ഥം ഞാൻ അതിനകത്ത് കാണുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ നമസ്കാരം.